അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത, ഒരു ചലച്ചിത്ര പ്രവർത്തകയെ യാത്രാമധ്യേ ഒരു സംഘം അക്രമികൾ ആക്രമിക്കുകയും അവരെ പീഡിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നതാണ്. അതിന്റെ പേരിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാവുകയും ചലച്ചിത്ര പ്രവർത്തകന്മാരുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ വരികയും അതുമായി ബന്ധപ്പെട്ട പ്രതികളെ പലരെയും പിടിക്കുകയും പലരെക്കുറിച്ചും അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴുള്ളത്. ഇത്തരം ഒരു ഘട്ടത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്ത് ചിന്തിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കേരളത്തിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ തന്നെ ഒരു ബസ്സിൽ വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയെ നിഷ്ഠൂരമായ പീഡനത്തിന് വിധേയമാക്കിയ വാർത്തകൾ നമ്മൾ വായിച്ചു തള്ളിയതാണ്. കേരളത്തിൽ ഷൊർണൂരിൽ വെച്ചുകൊണ്ട് സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഒരു ഭിക്ഷക്കാരൻ തീവണ്ടിയിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും കൊല ചെയ്യുകയും ചെയ്തത് നമ്മൾ വായിച്ചു പോയ വാർത്തകളിൽ ഒന്നാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ പിന്നീടും ഒരുപാട് നമ്മുടെ വാർത്തകൾക്ക് മുമ്പിലൂടെ കടന്നു പോവുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പെരുകുന്നു എന്നതിന്റെ മർമ്മപ്രധാനമായ കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടതുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ട നമ്മുടെ സർക്കാരും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണർന്നു ചിന്തിക്കുകയും നമ്മുടെ സ്ത്രീകൾക്ക് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് പുറത്തിറങ്ങാൻ സാധ്യമാകാത്ത, അവരുടെ ഔദ്യോഗിക ജീവിതം നയിക്കാൻ സാധ്യമാകാത്ത, യാത്ര ചെയ്യാൻ കഴിയാത്ത, സ്വൈരജീവിതം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുക എന്നത് ഒരു സാക്ഷര കേരളത്തിന്, സാംസ്കാരിക കേരളത്തിന് അപമാനമുള്ള കാര്യമാണ് എന്നതിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ ചലച്ചിത്ര പ്രവർത്തകന്മാർക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നടന്മാർക്ക് നേരെയാണ് ഇപ്പോഴുള്ള പ്രശ്നം. ചലച്ചിത്ര പ്രവർത്തകന്മാരും ഒരു കാര്യം ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ചലച്ചിത്രങ്ങളിലൂടെ സന്നിവേശിപ്പിക്കുന്ന ആശയങ്ങൾ, സന്ദേശങ്ങൾ പലപ്പോഴും സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന തലമുറയിൽ സാംസ്കാരികമായ അടിമത്തത്തിനും ലൈംഗികമായ വാസനകൾക്കും സഹായകമാകുന്ന തിരക്കഥയും സിനിമാ നിർമ്മാണവുമാണ് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മദ്യപാനത്തിന് പ്രേരിപ്പിക്കുന്ന രംഗങ്ങൾ ഒട്ടനവധി സിനിമകളിൽ ദൃശ്യമാകുന്നുണ്ട് എന്ന് അത് കാണുന്ന ആളുകൾ പറയാറുണ്ട്. അതുപോലെ തന്നെ വളർന്നു വരുന്ന യുവതീ-യുവാക്കളെ ബോയ്ഫ്രണ്ടായും ഗേൾഫ്രണ്ടായും ഒരു തുറന്ന ജീവിതത്തിലേക്ക് അഥവാ വിവാഹത്തിലൂടെ അല്ലാതെയുള്ള ലൈംഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഒട്ടനവധി രംഗങ്ങളിലൂടെ കാണിച്ചുകൊണ്ട് വളർന്നു വരുന്ന തലമുറയെ ലൈംഗികമായ അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്ന രംഗത്ത് സിനിമാശാലകൾ അതുപോലെ തന്നെ സിനിമാ പ്രവർത്തകന്മാർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു കുത്തഴിഞ്ഞ ജീവിത സംസ്കാരവും വിവാഹത്തിലൂടെ അല്ലാതെയുള്ള പ്രണയത്തിലൂടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നതിന് പ്രേരണ ചെലുത്തുകയും അതുപോലെ തന്നെ ഇത്തരം കുറ്റവാസനകളിലേക്ക് യുവാക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി സിനിമകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചില ആളുകൾ നമുക്കെതിരെ രംഗത്ത് വരുമ്പോൾ ആ സന്ദർഭത്തിലെങ്കിലും സിനിമാ ഫീൽഡിലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ സിനിമകൾ എന്താണ് ഇവിടെ വിനിമയം ചെയ്യുന്നത് എന്ന ഒരു വിചിന്തനത്തിന് ഈ സംഭവം കാരണമാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്താണ് ഇതിന് ശാശ്വതമായ പരിഹാരം? പ്രപഞ്ച സ്രഷ്ടാവ് സ്ത്രീ പുരുഷന്മാർക്ക് ഇടയിൽ വെച്ചിരിക്കുന്ന നിയമനിർദ്ദേശങ്ങളിലേക്ക് മനുഷ്യർ തിരിച്ചു പോവുക എന്നത് മാത്രമാണ്. ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും പരസ്പരം ബന്ധപ്പെടണമെന്നുണ്ട് എങ്കിൽ വിവാഹത്തിലൂടെ മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ എന്നാണ് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് പഠിപ്പിക്കുന്നത്. വിവാഹത്തിലൂടെയല്ലാതെ നടക്കുന്ന മുഴുവൻ ബന്ധങ്ങളും വ്യഭിചാരമാണ്. വ്യഭിചാരം മഹാപാപമാണ്. ആ മഹാപാപം ചെയ്താൽ നാളെ പരലോകത്ത് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാണ് ലഭിക്കുക. അതുകൊണ്ട് നമ്മുടെ കുടുംബ സംവിധാനങ്ങളുടെ ബദ്ധത നിലനിർത്തിക്കൊണ്ട് വിവാഹത്തിലൂടെ മാത്രം ലൈംഗിക ബന്ധം ഉണ്ടാവുക, അതിനനുവദിക്കുക, നമ്മുടെ വേഷവിധാനങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കുന്നതും അവരുടെ
കാമത്തെ ത്രസിപ്പിക്കുന്നതും ആകാതിരിക്കുക. അത് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഈ രംഗത്ത് ശ്രദ്ധയുണ്ടാകേണ്ടതുണ്ട്. പാറി നടക്കും പറവകളൊന്നും വേലി കഴിക്കാറില്ല എന്ന പാട്ടിന്റെ ഈരടികൾ ഉരുവിട്ടുകൊണ്ട് വളർന്നു വരുന്ന ഒരു തലമുറക്ക്, പാശ്ചാത്യൻ നാഗരികതയുടെ മൂടുപടമണിഞ്ഞുകൊണ്ട് അത്തരം ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്ന തലമുറക്ക് ഒരിക്കലും തന്നെ ലൈംഗികമായ സദാചാരം നിലനിർത്താൻ കഴിയുകയില്ല എന്ന് കൃത്യമായി തിരിച്ചറിയാൻ ഇത്തരം ആക്രമണങ്ങൾ നടക്കുമ്പോഴെങ്കിലും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ, സംസ്കാരത്തിലേക്ക്, ശരിയായ ജീവിത രീതിയിലേക്ക് നമ്മുടെ ഭാവി തലമുറയെ കൈപിടിച്ചുയർത്താൻ ഇത്തരം സംഭവങ്ങൾ നമ്മെ ചിന്തിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു അറിവിനൊപ്പം തിരിച്ചറിവ്, നേർവഴി, ഒരു ഓൺലൈൻ പഠന സംരംഭം. അറിയുക, അറിയിക്കുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.